വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. സോറിംഗ്ഹാം എ സോറിംഗ്ഹാം എ ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ കൽക്കരി ഖനിയാണ്? മേഘാലയ. സോറിംഗ്ഹാം എ ഏത് സംസ്ഥാനത്തെ ശാസ്ത്രീയ കൽക്കരി ഖനിയാണ്? മേഘാലയ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പേര് എന്താണ്? ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പേര് എന്താണ്? ഭാർഗവാസ്ത്ര. ജർമ്മൻ ചാൻസലറായിട്ട് ചുമതലയേറ്റത് ആരാണ്? ജർമ്മൻ ചാൻസലറായി ചുമതലയേറ്റത് ആരാണ്? ഫ്രീഡിക് മെർത്തസ് ആണ് ജർമ്മൻ ചാൻസലർ. നെക്സ്റ്റ് വൺ, ദൃശ്യ മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ലോക ഉച്ചകോടി ഏതാണ്? വേവ്സ് 2025. ദൃശ്യ മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യ ലോക ഉച്ചകോടിയുടെ പേരെന്താണ്? വേവ്സ് 2025. ആ വേവ്സിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തു വെക്കുക. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടുന്ന് നമുക്ക് പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ കിട്ടും. എന്താണ്? ദൃശ്യ മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യ ലോക ഉച്ചകോടിയായ വേവ്സ് 2025ന്റെ വേദി ഏതാണ് എന്നും ചോദിക്കാം. വേദി എവിടെയായിരുന്നു? മുംബൈ ആയിരുന്നു. എവിടെയാണ് വേദി? മുംബൈ. അപ്പൊ വേവ്സ് 2025 വേദി എവിടെയാണ്? മുംബൈ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത്, സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ നിരോധിച്ചു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അവാമി ലീഗ്. അപ്പൊ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി, എവിടത്തെ? ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയെ അവിടുത്തെ ഇടക്കാല സർക്കാർ നിരോധിക്കുകയാണ്. ആ പാർട്ടിയുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവാമി ലീഗ് ആണ്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യത്തിന്റെ പേരെന്താണ്? ഭൂട്ടാൻ. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കലാകാരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ സംഗീത ആപ്പ് മുംബൈയിൽ പ്രകാശിപ്പിച്ചു. ആ ആപ്പിന്റെ പേര് എന്താണ്? ഗൂൺ ഗൂണാലോ. ഇന്ത്യയിലെ കലാകാരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ സംഗീത ആപ്പ് മുംബൈയിൽ പ്രകാശിപ്പിക്കുകയുണ്ടായി. അതിന്റെ പേര് എന്താണ്? എന്താ പേര്? ഗൂണാലോ എന്നാണ് ആ ആപ്പിന്റെ പേര്. അടുത്ത ചോദ്യം, മുൻ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള 2025 ധീരതാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മൈക്ക് പെൻസ് ആണ്. മുൻ US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മൈക്ക് പെൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1972 മുൻ സോവിയറ്റ് യൂണിയൻ ശുക്രനിലേക്ക് വിക്ഷേപിച്ച ഏത് പേടകമാണ് 2025 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയത്? കോസ്മോസ് 482. കോസ്മോസ് 482. 1972 മുൻ സോവിയറ്റ് യൂണിയൻ ശുക്രനിലേക്ക് വിക്ഷേപിച്ച ഏത് പേടകമാണ് 2025 ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങിയത്? കോസ്മോസ് 482. കോസ്മോസ് 482. അടുത്ത ചോദ്യം, 50 വർഷത്തിനു മുൻപ് വിക്ഷേപിച്ച ഏത് ബഹിരാകാശ പേടകത്തിന്റെ
അവശിഷ്ടങ്ങളാണ് 2025 മെയ്യിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത്? ഏതിന്റെയാണ്? കോസ്മോസിന്റെയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് വിക്ഷേപിച്ച ഏത് ബഹിരാകാശ പേടകത്തിന്റെ അവശിഷ്ടങ്ങളാണ് 2025 മെയ്യിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചത്? കോസ്മോസ് തന്നെ കേട്ടോ. അടുത്ത ചോദ്യം, ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അടുത്ത ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ ആരാണ്? വിരാട് കോഹ്ലി. ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകൻ ആരാണ്? വിരാട് കോഹ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുസ്ഥിര ഇന്ധനമായ ഈ മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വലിയ വാണിജ്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. സുസ്ഥിര ഇന്ധനമായ ഈ മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വലിയ വാണിജ്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? OM ശാലീന. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? OM ശാലീനയെയാണ്. അടുത്തത്, കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-ന് പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകര ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ലോകത്തെ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടത് 2 വനിതകളാണ്. ആ വനിതകൾ ആരെല്ലാമാണ്? കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി, വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് തുടങ്ങിയവരാണ്. ആരൊക്കെയാണ്? കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി, വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് തുടങ്ങിയവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര നഴ്സസ് ഡേ എന്നാണ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേ മെയ് 12 ആണ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേ എന്നാണ്? മെയ് 12 ആണ്. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാര ജേതാവ് ആര്? പാണ്ഡുരംഗ ഹെഗ്ഡെ. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാര ജേതാവ് ആരാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെയാണ്. അടുത്ത ചോദ്യം, സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? KV റാബിയ. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? KV റാബിയ. ഈ ഒരു ആത്മകഥയ്ക്ക് ഇപ്പോഴുള്ള പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ 2025 മെയ് 4-ന് ഇവർ അന്തരിക്കുകയാണ്. ഇവരൊരു സാക്ഷരതാ സാമൂഹിക ക്ഷേമ പ്രവർത്തക കൂടിയാണ്. വളരെ പ്രധാനമാണ്. അതായത് ചക്രകസേരയിലൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഇവര് അവരുടെ സാക്ഷരതാ പ്രവർത്തനമൊക്കെ ഇവര് നടത്തിയിരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അടുത്തത്, ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച കായിക താരം ആരാണ്? നീരജ് ചോപ്ര. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച കായിക താരം ആരാണ്? നീരജ് ചോപ്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസ്ട്രിയയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആരാണ്? ആന്റണി ആൽബനീസ്. ആരാണ്? ആന്റണി ആൽബനീസ്. അപ്പോ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആണ്. മുമ്പും ഇദ്ദേഹം തന്നെയായിരുന്നു. രണ്ടാമത് ഇദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. അടുത്തത്, 100-ലേറെ തവണ പാമ്പുകടിയേറ്റ ഒരു വ്യക്തിയുടെ രക്തത്തിൽ നിന്ന് ഗവേഷകർ ആന്റിവനം വികസിപ്പിച്ചു. ഏതാണ് ആ വ്യക്തി? അപ്പൊ ഒരു വ്യക്തിക്ക് 100 തവണയിലധികം പാമ്പുകടിയേറ്റു. ആ വ്യക്തിയുടെ രക്തത്തിൽ നിന്ന് ഗവേഷകർ എന്ത് ചെയ്തു എന്നാ പറയണേ? ആന്റിവനം, അതായത് പ്രതിവിഷം വികസിപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ പേര്, അദ്ദേഹം ഒരു US പൗരനാണ്. അദ്ദേഹത്തിന്റെ പേര് ടിം ഫ്രീഡ് എന്നാണ്. എന്താണ്? ടിം ഫ്രീഡ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. എന്താ പേര്?
ടിം ഫ്രീഡ് എന്നാണ് വ്യക്തിയുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? മൈക്ക് വാൾസ് ആണ്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ നിന്ന് അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? മൈക്ക് വാൾസ് എന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UNDP അറിയാം നിങ്ങൾക്ക്, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതാണ് UNDPയുടെ പൂർണ്ണരൂപം. ആ UNDP പുറത്തിറക്കിയ മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എത്രാമത്തെ സ്ഥാനം ഇന്ത്യക്ക്? 130ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇപ്പൊ UNDP അഥവാ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തിറക്കിയ 2025 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാ പറഞ്ഞത്? 130. ശരിക്കും ഇത് 2023 കണക്കുകൾ പ്രകാരമാണ് ഈ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ മെയ് 3 ആണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണ്, മെയ് 3 ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. അടുത്തത്, 2025 ഇന്ത്യ എത്രാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും എന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണയ നിധി നിരീക്ഷിക്കുന്നത്? അപ്പൊ ഇന്ത്യ ഏത് പൊസിഷനിലേക്ക് എത്തുന്ന പറയണേ? ലോകത്ത് 4ാമത്തെ പൊസിഷനിലേക്ക് എത്തും. അതായത് നിലവിൽ ഇന്ത്യ എത്രാമത്തെ പൊസിഷനിലാണ്? 5ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോ എന്താണ്, ജപ്പാനെ പിറകിലാക്കിയിട്ട് നിലവില് ജപ്പാന് പിറകിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ എത്തും എന്നാണ് പറയുന്നത്. ഏത് രീതിയില്? നമ്മുടെ 4ാമത്തെ പൊസിഷൻ, ഇപ്പൊ 4ാമത്തെ ഇനി പൊസിഷനിലേക്ക് മാറാൻ പോവാന്നാ പറയണേ. അപ്പോ ഈ അന്താരാഷ്ട്ര നാണയനിധി നിരീക്ഷിക്കുന്നതിനനുസരിച്ച് വരും വർഷങ്ങളിൽ ഇന്ത്യ ജർമ്മനിയെയും മറികടന്ന് 3ാം സ്ഥാനത്ത് എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, അങ്ങനെ 3ാമത്തെ സ്ഥാനം വരെ എത്തുന്ന പറയണേ. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്ത്യ എത്രാമത്തെ സ്ഥാനം എത്തുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്? 4ാമത്തെ സ്ഥാനത്തേക്ക് എത്തും എന്നാണ് ആര് പറയുന്നത്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പറയുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോ എത്രാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ? ജപ്പാന്റെ പിറകില് ഇന്ത്യ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് എന്നും കൂടി നമ്മൾ ഓർത്തുവെക്കാട്ടോ. ഇനി അടുത്തത്, ഇനി 2025 ഒരു ഡോക്ടർ അന്തരിക്കുകയുണ്ടായി. ഡോക്ടർ ജയന്ത് നാർലിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഏത് ശാസ്ത്ര രംഗത്ത് സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ജ്യോതിശാസ്ത്രം. അപ്പൊ ജ്യോതിശാസ്ത്ര രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി 2025 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജയന്ത് നാർലിക്കർ എന്നാണ്. അപ്പൊ ഡോക്ടർ ജയന്ത് നാർലിക്കർ ഏത് ശാസ്ത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജ്യോതിശാസ്ത്ര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഡോം എന്ന് പേരുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. ഗോൾഡൻ ഡോം എന്ന് പേരുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടെയാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? കന്നഡ ഭാഷ. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ്. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ ഏത് രാജ്യത്തിനാണ് കൈമാറുന്നത്? മൗറീഷ്യസ്. ഇത് മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം ബ്രിട്ടൻ ഏത് രാജ്യത്തിനാണ് കൈമാറാൻ പോകുന്നത്? കൈമാറുന്നു എന്നാണ് പറയുന്നത്. മൗറീഷ്യസിനാണ് കൈമാറുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ചോദ്യം കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.